ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അലീന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് അലീനയ്ക്ക് തന്നെ മനസ്സിലായിരിക്കുകയാണ്. അപ്പൊ അലീന പോകാനായിട്ട് 5-6 വട്ടം ഒരുങ്ങിയെങ്കിലും നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ വിടാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ വേറെ വാടക വീടൊക്കെ എടുത്ത് മാറുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ കൈതക്കൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വൈജയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ വാടക വീട് എടുത്തു മാറി ഒരു ഹോം നേഴ്സ് ഒക്കെ ആ വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണല്ലോ നമ്മുടെ സ്റ്റാൻലി രംഗത്തെത്തിയത്. അപ്പൊ സ്റ്റാൻലി രംഗത്തെത്തി. മാത്രമല്ല, അലീനയ്ക്ക് എവിടെയെങ്കിലും പോയേ പറ്റൂ. അലീന പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്ക് പോണം, എനിക്ക് ഇവിടുന്ന് പോണം എന്ന ആ ഒരൊറ്റ തീരുമാനം നമ്മുടെ ബാലചന്ദ്രനെ ആകെപ്പാടെ മാറ്റുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് തന്നെ അലീനയെ പറഞ്ഞു വിടാൻ പോവുകയാണ് കേട്ടോ. സ്റ്റാൻലിക്കാണെങ്കിൽ തന്റെ മകളെ ഇടയ്ക്ക് മുട്ടിനും ഒക്കെ വന്ന് കണ്ട് അവിടെയും ഇവിടെയൊക്കെ വെച്ച് വന്ന് കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ജൂവലറിയിൽ വെച്ച് തന്നെയാണ് ആദ്യമായിട്ട് തന്റെ മകളെ കണ്ടത്. അത് കഴിഞ്ഞതിൽ നമ്മുടെ സ്റ്റാൻലിക്ക് എന്തോ അലീനയോട് പ്രത്യേക ഒരു ഇഷ്ടവും, തന്റെ ആദ്യത്തെ കുഞ്ഞാണല്ലോ, താൻ ഇതുവരെ കാണാതെ പോയ തന്റെ ആദ്യത്തെ കുഞ്ഞിനെ കണ്ടതിൽ പിന്നെ ഒരു സമാധാനവുമില്ല. അതുപോലെ നമ്മുടെ സ്റ്റാൻലി അവളെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തന്റെ മകളായിട്ട് അംഗീകരിക്കാൻ മനസ്സ് കാണിച്ച് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ഏറ്റവും സേഫായ കരങ്ങളിൽ തന്നെ നമ്മുടെ അലീനയെ എത്തിച്ചേ പറ്റൂ. അതിന് ബാലചന്ദ്രൻ കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ എത്തിക്കുക. അത് തന്നെയാണ് അങ്ങനെ അവളുടെ ഭാവി സുരക്ഷിതമാക്കുക. അതാണ് നമ്മുടെ ബാലചന്ദ്രന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബാലചന്ദ്രൻ തന്നെ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും ചങ്കു പൊട്ടിയ ഒരു അവസ്ഥയിലാട്ടോ ബാലചന്ദ്രൻ മാത്രമല്ല, ഈ പറയുന്ന ബബിതയും രോഹിത്തും കൃഷ്ണമോളും മനുശങ്കറും എല്ലാവരും ഭയങ്കരമായിട്ടും വിഷമത്തോടെ ആണ് നമ്മുടെ അലീനെ അവിടുന്ന് യാത്ര അയക്കുന്നത്. അലീനയ്ക്കും വളരെയധികം വിഷമമുണ്ട്. അലീനയുടെ മനസ്സും സത്യം പറഞ്ഞാല് എങ്ങും എത്താത്തൊരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അലീനയ്ക്ക് പോയേ പറ്റൂ. അപ്പൊ അലീന പോകുന്ന വിവരം ഒന്ന് പറയണമല്ലോ. അലീനയ്ക്ക് ഒരു ജോലി സെറ്റായി എന്നൊക്കെയാണ് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല ജോലിയാണ്, ജോലി സെറ്റാക്കി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല, നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്കാണ് ആദ്യം നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ അലീനയ്ക്ക് അവസാനമായി തന്റെ അമ്മയെ കാണാൻ ഒരു ആഗ്രഹം ആർക്കാണെങ്കിലും തോന്നൂല്ലോ. അപ്പൊ ഇനിയിപ്പോ പോയിട്ട് എന്നാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും തന്നെ പ്രസവിച്ച ഒരു അമ്മ തന്നെയാണല്ലോ നമ്മുടെ വൈജ. അപ്പം എന്ത് ചെയ്യുന്നു, രോഹിത്തിനെയും കൂട്ടി വൈജയുടെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ അലീന. രോഹിത് ചോദിച്ചു, ഇതിന്റെ വല്ല കാര്യമുണ്ടോ അലീന ചേച്ചി എന്ന് ചോദിച്ചപ്പം കാര്യമുണ്ട്, എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോകണം, എനിക്ക് പോയി മേഡത്തെ അവസാനമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പിന്നെ രോഹിത് അലീനയുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അലീനയും കൂട്ടിക്കൊണ്ട് നേരെ ചെല്ലുന്നു. ഒരു വലിയൊരു വീട് തന്നെയാണ് റെന്റിനെടുത്തിരിക്കുന്നത്. ആ വീട്ടിൽ സുഖസുന്ദരമായിട്ട് നമ്മുടെ വൈജ കഴിയുന്നുണ്ട്. മക്കളൊന്നും ഇല്ലെങ്കിലും വൈജയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. ഒരു ഹോം നേഴ്സ് ഉണ്ട്. വളരെ നല്ല രീതിയിൽ എന്താ പറയാ, എല്ലാവരുടെ അടുത്തും ജയിച്ചൊരു മുഖത്തോടു കൂടി ആ ഒരു ശൈലിയിലാണ് നമ്മുടെ വൈജ ഉള്ളത്. എന്തൊക്കെയോ നേടിയെടുത്തു, താൻ എന്തൊക്കെയോ നേടിയെടുത്തു എന്നുള്ള ഒരു മുഖഭാവം ഉണ്ടല്ലോ, അത് നമ്മുടെ വൈജയ്ക്കുണ്ട്. വൈജ അതുപോലെയാണ് അവിടെ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ രോഹിത്തും അലീനയും ആ വീട്ടിൽ ചെന്നിറങ്ങി. ആ വീട്ടിൽ ചെന്നിറങ്ങി ഉടനെ തന്നെ അവിടെ ഹോം നേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടതും ഹോം നേഴ്സ് വന്നു. വന്നപ്പോഴത്തേക്ക് രോഹിത്തിനെ കണ്ടതും കയറി വാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അലീനയെ കണ്ടതും, അതെ ഒന്ന് നിക്കിട്ടോ, എനിക്ക് മേഡത്തിനോടൊന്ന് അനുവാദം ചോദിക്കണം അലീനയെ കണ്ടത്. അപ്പൊ രോഹിത് ചോദിച്ചു, അതെ ഞാനേ മേഡത്തിന്റെ മകനാ, അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് അനുവാദം ഒക്കെ ചോദിച്ച് മറ്റേ പാസ്സൊക്കെ എടുത്തേ കയറാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഹോം നേഴ്സിനോട്. അപ്പം പറഞ്ഞു, അതെ ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് മേഡം പറയുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കുട്ടി ഈ വീട്ടിൽ കയറരുതെന്ന് മേഡം പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടി ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അനുവാദം ചോദിക്കാതെ എങ്ങനെയാ? ഓ പാസ്സൊക്കെ വേണമെങ്കിലോ ചെന്ന് പാസ്സൊക്കെ മേടിച്ചിട്ട് വാ മേഡത്തിന്റെ കയ്യിൽ നിന്ന് പറഞ്ഞു. ഏതായാലും അകത്തേക്ക് ഹോം നേഴ്സ് കയറിപ്പോയി അതേ സ്പീഡിൽ തന്നെ നമ്മുടെ വൈജ ഇറങ്ങി വന്ന ഉടനെ തന്നെ ചോദിച്ചു, എന്താ നിനക്കിവിടെ കാര്യം? അയ്യോ എന്താ എനിക്കിവിടെ കാര്യമെന്നോ? അമ്മ എന്റെ അമ്മ തന്നെയല്ലേ, അപ്പൊ പിന്നെ അമ്മേനെ കാണാൻ വരണ്ടേ ഞാന്? ഓ നിനക്കെന്നെ കാണാൻ വരാം, അതിനൊരു കുഴപ്പമില്ല, എന്റെ മക്കൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കാണാൻ വരാം. പക്ഷെ ഇവളെയും കൊണ്ട് എന്തിനാ എന്റെ മുമ്പിൽ വന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവളാണല്ലോ എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയത്. അമ്മയ്ക്ക് ഇപ്പോഴും നല്ല ബോധം വന്നിട്ടില്ലല്ലേ? അമ്മ ഇപ്പോഴും അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഓ പിന്നെ നിന്റെ അലീന ചേച്ചിനെ കുറ്റപ്പെടുത്താതെ ഞാൻ നിന്റെ അലീന ചേച്ചി വരുന്ന ഉടനെ തന്നെ
സ്വീകരിച്ച് മറ്റേ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണോ? അങ്ങനെയാണോ വേണ്ടത്? ഓ, ആരതി ഒന്നും ഒഴിയണ്ടേ, ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോ മനുഷ്യ സ്ത്രീ, ഇവളാണോ മനുഷ്യ സ്ത്രീ? ഇവള് മനുഷ്യ സ്ത്രീ അല്ല, ഇവള് പിശാശിന്റെ കുഞ്ഞാ, പിശാശിന്റെ കുഞ്ഞ്. അപ്പൊ നമ്മുടെ അലീന മനസ്സിൽ പറയാ, അതെ, ഞാനൊരു ചെറിയ പിശാശിന്റെ കുഞ്ഞു തന്നെയാണെന്ന്. കാരണം വൈജയുടെ കുഞ്ഞാണല്ലോ. ഏതായാലും വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കിക്കോ എന്ന്. അപ്പം രോഹിത് പറഞ്ഞു, വന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, അതെ, അലീന ചേച്ചിക്ക് എന്തൊക്കെയോ അമ്മയോട് സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാ അങ്ങോട്ടേക്ക് പോവണ്ട, സോറി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ. പക്ഷേ അലീന ചേച്ചിക്ക് വന്നേ പറ്റൂ. എന്ത് ചെയ്യാനാ, അലീന ചേച്ചിക്ക് കിട്ടാനുള്ളത് അലീന ചേച്ചി മേടിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്താണെന്ന് വെച്ചാൽ അലീന ചേച്ചിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ അലീനയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. രൂക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിപ്പിച്ച് തിന്നുന്ന രീതിയിലാണ് നോക്കുന്നത്. നമ്മുടെ അലീന പറഞ്ഞു, മേഡം എന്തിനാ എന്നെ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്? മേഡത്തിനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വേണ്ട, അതൊക്കെ പോട്ടെ, ഇനി ഞാനത് പറയുന്നില്ല. ചിലപ്പം മേഡം, ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട്, അതൊരു തെറ്റ് തന്നെയാണ്. മേഡത്തിന്റെ ഭർത്താവും മേഡത്തിന്റെ മക്കളും താമസിക്കുന്ന വീടൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് വേറൊന്നിനുമല്ല മേഡം. എനിക്ക് മേഡത്തിന്റെ ഒന്നും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു അധികാരം സ്ഥാപിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാന് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, അതും എന്നേക്കുമായിട്ട്. ഓ, ഇതുപോലെ നീ പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയതാണല്ലോ. ഒരാഴ്ച സമയം, 2 ആഴ്ച സമയം, 1 മാസം സമയം. എന്നിട്ട് ഇപ്പം ഞാൻ വാടക വീട് എടുത്ത് മാറിയിട്ട് 5-6 മാസമായി. എന്നിട്ടും നിനക്ക് പോകാറായില്ല. എന്നിട്ട് അടുത്ത അടവുമായിട്ട് നീ ഇറങ്ങിയേക്ക. നീ പോയില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പൂല. നീ പോവണ്ട, നീ പോയില്ലെന്ന് ഓർത്തോണ്ട് എനിക്ക് എന്താ കുഴപ്പം? ഞാൻ ഇവിടെ അന്തസ്സായിട്ട് നല്ല രീതിയിൽ കഴിയണുണ്ട്, അത് മതി. നീ അവിടെ കഴിഞ്ഞോന്നേ. എന്റെ മക്കളുടെയും എന്റെ ഭർത്താവിന്റെയൊക്കെ അവകാശമൊക്കെ പേറി വലിഞ്ഞു കയറി അവിടെ കഴിഞ്ഞോ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇല്ല മേഡം, ഞാൻ പോവാ. എനിക്കില്ലേ ഒരു അന്തസ്സും അഭിമാനവും. ഓ, നിനക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് മേഡത്തിന് തോന്നുന്നില്ലായിരിക്കും, പക്ഷെ എനിക്കൊരു അന്തസ്സും അഭിമാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോകുന്നത് എവിടെയാണെന്നോ ഞാൻ പോകുന്നത് എന്തിനാണെന്നോ ഒന്നും മേഡം അറിയേണ്ട കാര്യമില്ല. പക്ഷെ അവസാനമായിട്ട് എനിക്ക് മേഡത്തിനെ ഒന്ന് കാണാൻ തോന്നി. വേറൊന്നുമല്ല, ഞാൻ എന്തോ എവിടെയൊക്കെ എന്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് മേഡത്തിനെ കണ്ടുപോയി എന്ന് പറയുമ്പോ, വെച്ചി നിർത്തടി, നിന്റെ അമ്മയാകാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. തെരുവിൽ കിടക്കുന്ന ഏതെങ്കിലും വാലാട്ടിപ്പട്ടികളെ നീ അമ്മയാക്കിക്കോ, അല്ലാതെ എന്നെ നീ അമ്മയാക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞപ്പം, ആയിക്കോട്ടെ, മേഡത്തിന് ഒരിക്കൽ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല രോഹിത്തെ. എനിക്ക് അമ്മയെ കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോ? ആരുടെ അമ്മ? ദേ, ശബ്ദിച്ചു പോകരുത്. എനിക്ക് ഒരു പേരുണ്ട്, വൈജ അല്ലെങ്കിൽ വൈജയന്തി. നീ അങ്ങനെ വിളിച്ചോ, അല്ലാതെ എന്നെ അമ്മ എന്നൊന്നും വിളിച്ച് നീ കൂടുതലേ വലിയ പുണ്യാളത്തി ആവരുതേ. അമ്മ എന്ന് വിളിക്കുന്നു, എന്നെ അമ്മ എന്ന് വിളിക്കാൻ ഞാൻ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, അത് തന്നെ ധാരാളം, നിന്നെ വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ആയിക്കോട്ടെ മേഡം, ഞാന് എന്റെ മനസ്സിന്റെ ഒരു ഇതിന് ഞാൻ മേഡത്തിനെ അമ്മ എന്ന് വിളിച്ചതാണ്. മേഡത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഓക്കെ, ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു. അതെ രോഹിത്തെ, നമുക്ക് പോകാം. അപ്പൊ രോഹിത് പറഞ്ഞു, ഇതിനു വേണ്ടിയാണോ എന്റെ പൊന്ന അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത്, അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാനായിട്ട്? അത് പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നി, ഞാൻ കണ്ടു. പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം എന്നൊക്കെ തോന്നി രോഹിത്തെ, അതുകൊണ്ട് ഞാൻ കണ്ടതാ. ഇനി എനിക്ക് ഇവിടെ നിൽക്കണമെന്നില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രോഹിത്തിനെ കൂട്ടി പോവുകയാണ്. ഏതായാലും പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രോഹിത്തിനെ നമ്മുടെ വൈജ വിളിച്ചു. അതെ, നീ അവിടെ നിന്നേ. എന്താ, എന്നോട് മാത്രം എന്തെങ്കിലും സ്പെഷ്യലി സംസാരിക്കാനുണ്ടോ? എന്റെ അമ്മയ്ക്ക് നിന്നോട് മാത്രം സ്പെഷ്യൽ ആയിട്ടൊന്നും സംസാരിക്കാനില്ല. ഏതായാലും ഇവള് പോകുമല്ലേ, പോയി കഴിഞ്ഞാൽ എന്റെ 3 മക്കൾ അവിടെ ഒറ്റയ്ക്കല്ലേ, എച്ചും വിളമ്പിയും ഉണ്ടാക്കി തരാൻ പിന്നെ വേറെ ആരും ഇല്ലല്ലോ. അയ്യോ, അതിനമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ടാട്ടോ, ഞങ്ങൾക്ക് വെച്ച് വിളമ്പി ഉണ്ടാക്കി തരാൻ ഇനിയിപ്പോ ഹോം നേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. അലിയെന്ന് ചേച്ചി ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ബബിതയും കൃഷ്ണയും ഞാനും അച്ഛനും കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളാം. ദേ, ഞങ്ങൾ ആർക്കും ശല്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ വൈജ ഒന്ന് ചുളുങ്ങിട്ടോ. എന്താ പറയാ, ഒരിക്കലും രോഹിത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഓർത്തില്ല. അപ്പൊ ഏതായാലും വൈജ എന്താ പറയാ, ഒരു അക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് ഇതെല്ലാം കേട്ടോണ്ട് നിന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രോഹിത്തും അലീനയും കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെച്ച വിളമ്പിയൊക്കെ നമ്മുടെ അലീന ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലാട്ടോ. എല്ലാവരും വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് അലീന ചേച്ചിയുടെ കയ്യിൽ നിന്നുണ്ടാക്കിയ അവസാനത്തെ ഭക്ഷണമാണെന്ന് അവർക്കറിയാം. കാരണം ഇനിയിപ്പം അലീന ചേച്ചിയുടെ ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ ഒരുപാട് പാടുപെടുന്നു അവർക്കറിയാം. അതുകൊണ്ട് ആ ഒരു തരത്തിൽ തന്നെയാണ് അവര് ഭക്ഷണമൊക്കെ വളരെ വിഷമത്തോടു കൂടി കഴിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മുടെ അലീന പല കോമഡിയും പറഞ്ഞ് ഇവരെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അലീനയുടെ മനസ്സിലും വിഷമം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്.
ഏതായാലും അലീന പറഞ്ഞു, ഇത് എന്ത് പറ്റി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ഭവിത പറഞ്ഞു, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോവുമല്ലേ. ആര് പറഞ്ഞു നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന്? ഞാൻ ആരും ഉപേക്ഷിച്ച് പോവുമൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മനു എത്തിയിട്ടോ. മനു വന്ന് ആഹാ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണോ? അപ്പം നമ്മുടെ രോഹിത് എണീറ്റിട്ട് മനുവേട്ടനോ, കയറി വാ മനുവേട്ട എന്ന് പറഞ്ഞു. അല്ല എനിക്കും ഉണ്ടോ കഴിക്കാൻ വല്ലതും? അപ്പൊ അലീന പറഞ്ഞു, അതിനിപ്പോ എന്താ, മനുവേട്ടനും ഒരു പാത്രത്തിൽ കൂടെ വിളമ്പുന്നതിന് ഇപ്പൊ എന്താ, ഒരു പാത്രമോ രണ്ടു പാത്രത്തിന്റെ വിളമ്പുന്നതിന് ഒരു പ്രശ്നമില്ല, മനുവേട്ടൻ വന്ന് ഇരിക്കുക. അല്ല ഇനി ഇതുപോലെയുള്ളൊരു ഭക്ഷണം കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറഞ്ഞപ്പം മനുവേട്ടനും ഇങ്ങനെ പറയാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ദേ ഇവരെയൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ലെന്നാ തോന്നുന്നത്. എല്ലാവർക്കും എന്തിനാ ഇങ്ങനെ സങ്കടം? അപ്പൊ മനു പറഞ്ഞു, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? നിന്നെ എല്ലാവരും അതുപോലെ സ്നേഹിച്ചു പോയില്ലേ. അതൊക്കെ പോട്ടെ, ഭക്ഷണം എടുക്കുക എന്ന് പറഞ്ഞു. അലീനയുടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആരുടെ മുഖത്ത് ഒരു ചിരിയും സന്തോഷമൊന്നും ഇല്ല. എല്ലാവരും മസിൽ പിടിച്ചിരിക്കുന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത ചോദിച്ചു, അല്ല എന്തിനാണാവോ മനുവേട്ട ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അലീന ചേച്ചി പോകുന്നതിന്റെ ഇതുകൊണ്ടായിരിക്കും അല്ലേ, എല്ലാവർക്കും കൂടെ അലീന ചേച്ചിനെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെന്താ ബബിത നീ അങ്ങനെ പറയുന്നത്? നിന്റെ അലീന ചേച്ചിനെ ഞാൻ പറഞ്ഞു വിടുന്നതാണോ? നിന്റെ അലീന ചേച്ചി ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ. ദേ നിങ്ങളൊക്കെ കൂടി നിർബന്ധിക്കുകയാണെങ്കിൽ അലീന ചേച്ചി പോവില്ലായിരുന്നു. അച്ഛനും അതുപോലെ മനുവേട്ടനൊക്കെ കൂടി ചേർന്നിട്ടാ ദേ ഇവിടുന്ന് അലീന ചേച്ചിനെ പറഞ്ഞു വിടാൻ മുൻകൈ എടുക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പം, നീ എന്താ കഥ അറിയാതെ ആട്ടം ആടുന്നത്? നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ? എത്ര നാൾ ഇങ്ങനെ പോകും രണ്ടും രണ്ട് വീട്ടില്? ഇതിനൊക്കെ ഒരു തീരുമാനം ആവണ്ടേ? അതുകൊണ്ടല്ലേ അലീന ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞങ്ങൾക്ക് അലീന ചേച്ചിനെ മതി. അമ്മ ആ വീട്ടിൽ നിന്നെന്നോർത്തോണ്ട് സോറി, ഫോണൊന്ന് താഴെ പോയതായിരുന്നേ. അങ്ങനെ നമ്മുടെ ബബിത പറയാണ്, അമ്മ ആ വീട്ടിൽ നിന്നെന്നോർത്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നതാ ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ, കാരണം ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ ചീത്തപ്പേര് എനിക്കുണ്ട്. ഞാൻ ഏതായാലും പോവുക. അച്ഛൻ എന്നെ കൊണ്ടുവിടാൻ പോകുന്നത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, ഏതോ ഒരു നല്ല ജോലിയാന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ അവിടെ സേഫ് ആണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനല്ലേ എന്നെ കൊണ്ടുവിടുന്നത്. അപ്പൊ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പിന്നെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ പിന്നെ 2-3 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങളെ കാണാൻ വരില്ലേ, പിന്നെ എന്താ? അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, അങ്ങനെയാണോ? ഞങ്ങൾക്ക് അലീന ചേച്ചിനെ കാണണ്ടേ, ഞങ്ങൾക്ക് ഇന്നും അലീന ചേച്ചിനെ കാണണ്ടേ? അലീന ചേച്ചിനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയില ഞങ്ങളിപ്പം. അതൊന്നും പറഞ്ഞാൽ അലീന ചേച്ചിക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണു നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയപ്പം ആ കണ്ണുനീര് ചെന്ന് പതുക്കെ ഒപ്പിയിട്ട് പറഞ്ഞു, വേണ്ട കരയരുത്, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാ ഈ അലീന ചേച്ചിക്ക് കാണേണ്ടത്. ഈ കണ്ണ് നിറഞ്ഞിട്ട് ഇവിടുന്ന് അതൊക്കെ കണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ ചിരിച്ചു തന്നെ യാത്രയാക്കണം എന്ന് പറഞ്ഞപ്പം ചിരിച്ച് യാത്രയാക്കാം ഇപ്പം. അപ്പൊ നമ്മുടെ രോഹിത് ഒന്നും മിണ്ടുന്നില്ല. രോഹിത്, അല്ല ഇനി എന്തിനാ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്, എല്ലാവർക്കും പോയി കിടക്കത്തില്ലേ എന്നിങ്ങനെ പറയാണ്, തൊണ്ട ഇടറിയ ഒരു ശബ്ദം പോലെ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ഓ നിനക്ക് കിടക്കാൻ അത്രയ്ക്ക് ധൃതിയായോ രോഹിത്തെ? അപ്പോഴാണ് മനു പറഞ്ഞത്, അവന് കിടക്കാൻ ധൃതിയായിട്ടൊന്നുമല്ല, കൂടുതൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കരയുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെ. അങ്ങനെ ഇവര് നേരെ കിടക്കാനൊക്കെ പോയി. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനു അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. മനു ആ വീട്ടിലുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നേരം വെളുത്തു. നമ്മുടെ അലീന രാവിലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബ്രിജിത്താമ്മയുടെ ഫ്രണ്ടിലെ ഫോട്ടോയുടെ മുമ്പിലൊക്കെ ചെന്നിട്ട് ഓരോന്ന് കരഞ്ഞു പറഞ്ഞു പിറക്കിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഒരു വലിയ പെട്ടിയായിട്ട് വരികയാണ്. ആ പെട്ടിയായിട്ട് വന്നിട്ട് നമ്മുടെ അലീനയോട് പറയാണ്, അതെ ഇതിനകത്തൊരു സാരിയുണ്ട്, കുറച്ച് ആഭരണങ്ങളുണ്ട്, ഇതെല്ലാം നീ അണിയണമെന്ന്. അച്ഛ എന്താ ഈ പറയുന്നത്, സാരിയും ആഭരണമൊക്കെ ഞാൻ അണിയണമെന്നോ? അതെ, നീ വേണ്ട എന്ന് പറയരുത്, നീ ഇത് അണിയണം എന്ന് പറഞ്ഞ് ആ സാരി കൊടുക്കുകയാണ്. അപ്പൊ കൃഷ്ണമോൾ ഒരു ബ്ലൗസും കൊണ്ടിരുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോൾ ബ്ലൗസ് കൊണ്ടിരുന്നത് കണ്ടപ്പോഴത്തേക്കും അലീന ചോദിച്ചു, ഇതൊക്കെ എപ്പ തുന്നിച്ചു, ഇതൊക്കെ എങ്ങനെ അളവെടുത്തു? അളവൊക്കെ ഞാൻ എടുത്തു, ഇതിപ്പോ ഇടാനല്ലേ പറഞ്ഞത്, ഇതിങ്ങിട്ടെ. അപ്പം അലീന എന്ത് ചെയ്തു, എല്ലാവരും മാറിപ്പോയി. അങ്ങനെ ആ സാരി ഉടുത്ത് കയ്യിലൊരു 5-6 സ്വർണ്ണവള കാണും, പിന്നെ ഒരു നല്ലൊരു കല്ല് പതിപ്പിച്ച ഒരു നെക്ലേസ്, കല്ല് പതിപ്പിച്ച ഒരു ജിമുക്ക, അതുപോലെ നെറ്റിച്ചുട്ടി, മുക്കൂത്തി, കൊലുസ്, അങ്ങനെ കുറെ ആഭരണങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ അലീന. അതെല്ലാം അണിഞ്ഞു. ലാസ്റ്റ് അലീന ആ വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നു. വെളിയിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെ കൃഷ്ണമോള് നിപ്പുണ്ടായിരുന്നു. കൃഷ്ണമോളുടെ കണ്ണൊക്കെ തള്ളിപ്പോ, ഇതെന്താ അലീന ചേച്ചി, ഇതെന്തു പറ്റി? ഇത് ഇപ്പം ദേവി നട തുറന്ന് ഇറങ്ങി വന്ന പോലെയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, കളിയാക്കരുത് കേട്ടോ, കളിയാക്കിയതൊന്നുമല്ല. അലീന ചേച്ചിനെ കണ്ടാലേ ഇപ്പൊ ഒരു നവവധുവിനെ പോലെ ഉണ്ട്. ഇനിയിപ്പൊ അലീന ചേച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കാനാണോ എന്റെ അച്ഛൻ കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയപ്പം, എനിക്കറിയില്ല, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. പെട്ടെന്ന് മനു വന്നു. മനുവിന്റെ കണ്ണൊന്നും ഉടക്കി കേട്ടോ. അലീനയെ പെട്ടെന്ന് കണ്ണുടക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട്, ഇത് കൊള്ളാലോ അലീന, ഇത് പുതിയൊരു കോസ്റ്റ്യൂം ആണല്ലോ,
പുതിയൊരു കോസ്റ്റ്യൂം ഒക്കെ തന്നെയാ. ഇത് അച്ഛൻ എന്നെ ഇടിപ്പിച്ചതാ. അച്ഛന് എന്തോ എന്നെ ഈ ഒരു വേഷത്തിൽ കാണണം എന്നത്രേ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ബബിത വന്നു. ബബിതയും കണ്ടു കഴിഞ്ഞപ്പം ഇതാരും കല്യാണ പെണ്ണോ? മനുവേട്ടാ, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയേ. ഇത് അത് തന്നെയാ എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നോ മണ്ണും ചാരി, പെണ്ണിന്റെ വഴിക്ക് പോയിക്കോളും. ഇതിപ്പം എന്റെ അച്ഛൻ അലീന ചേച്ചിനെ കല്യാണം കഴിച്ച് വിടാൻ പോവാന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും മനുവേട്ടൻ അറിഞ്ഞില്ലേ? അപ്പം അലീന പറഞ്ഞു, ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഈ പെണ്ണിന്റെ നാക്കിന് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ല, എന്താ ഏതാ എങ്ങനെയാ പറയണ്ടേന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ വന്നിട്ട് കണ്ണ് നിറയെ കണ്ടു. ചെറിയ ചെറിയ രീതിയിൽ കണ്ണൊക്കെ നനഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വേഷത്തിൽ വേണം ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാനായിട്ട്. ഈ വേഷത്തിലോ? ഈ വേഷത്തിൽ തന്നെ. അങ്ങനെ നമ്മുടെ ബബിതയുടെ കണ്ണ് നിറയുന്നുണ്ട്. അതുപോലെ കൃഷ്ണമോളുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോഴാണ് രോഹിത് ഒരു ബോക്സുമായിട്ട് വരുന്നത്. അതെ, ഇതെന്റെ ഒരു ചെറിയ സമ്മാനമാണ് കേട്ടോ, ഇത് പിടിച്ചെന്ന് പറഞ്ഞു. ആ ബോക്സ് പിടിച്ചപ്പം ഒരു നല്ലൊരു ഫോണാണ് കേട്ടോ, അത്യാവശ്യം നല്ല വിലയുടെ നല്ലൊരു ഫോണ്. ഇനി ഈ ഫോണിൽ വേണം ഞങ്ങളെ എല്ലാവരെയും വിളിക്കാനായിട്ട്. എനിക്കിത് മാത്രമേ ഉള്ളൂ കേട്ടോ തരാന്, വേറൊന്നും എന്റെ കയ്യിലില്ല. അലീന ചേച്ചി തന്ന സ്നേഹത്തിന് ഇതൊന്നും പകരാവില്ലെന്നറിയാം. പക്ഷേ ഇതിരിക്കട്ടെ എന്നെ ഓർക്കാനായിട്ട്. അപ്പൊ നമ്മുടെ അലീനയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകാണ് കേട്ടോ. ഏതായാലും ഇവിടെ കൊണ്ട് ഞാൻ എപ്പിസോഡ് നിർത്താണ്. ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മൾ അപ്കമിങ് വിശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡെയിലി വിശേഷം ഇടുന്നുണ്ട്, അതുപോലെ നാളത്തെ കഥയും ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്താണ് ഇടുന്നത്. ഇതിനകത്ത് നമ്മൾ അപ്കമിങ് വിശേഷം മാത്രമാട്ടോ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.